ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ നന്ദൻ രണ്ട് ക്രിമിനലുകൾ തന്നോട് വഴക്കുണ്ടാക്കാൻ വന്നെന്നുള്ള കാര്യവും തുടർന്ന് ധനുഷ് വന്ന് രക്ഷിച്ച കാര്യവുമെല്ലാം എല്ലാവരുടെയും അടുത്ത് പറയുകയാണ്. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. ഇതുപോലെയുള്ള പയ്യന്മാരാണ് ഈ ലോകത്തിന് ആവശ്യമെന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, അതല്ലച്ചാ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഓഫീസിലെ വൈസ് പ്രസിഡന്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ആ ചെറുക്കനും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം അവന് തന്നെ ജോലി കൊടുത്തെന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുകയാണ്, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്ര ചെറിയ ജോലിയൊന്നുമല്ലെന്ന് നിനക്കറിയാലോ. അല്ലച്ചാ, വന്നതിൽ ഏറ്റവും നല്ല യോഗ്യത അയാൾക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ക്ലാസ്സോടെയാണ് പാസ്സായിരിക്കുന്നത്. ധനുഷ് എന്നാണ് പേര്. ഇതുപോലെയുള്ള കുറെ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കമ്പനിയെ അവൻ നല്ല രീതിക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തിക. കേൾക്കുന്ന സ്നേഹ ചോദിക്കുകയാണ്, ആളെങ്ങനെയേട്ടാ, കാണാനൊക്കെ കൊള്ളാമോ? ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, കൊള്ളാമെങ്കിലും നീ നോക്കണ്ട, നിനക്ക് ഞങ്ങളെ നല്ലൊരു MBBS കാരനെ തന്നെ കണ്ടെത്തി തരാം. ഓ, MBBS കാരനൊക്കെ ആണെങ്കിൽ എന്നേ ആകായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചതല്ലേ എന്ന് സ്നേഹ പറയുമ്പോൾ അവളുടെ ഒരു ജാട കണ്ടില്ലേ എന്ന് സന്ദീപ് പറയുന്നു. ഓ, എനിക്കൊന്നും അറിയണ്ട പോരെ എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അല്ലെങ്കിലും ആരുടെയെങ്കിലും കാര്യം പറയുമ്പോൾ അതറിയാൻ നിനക്കെന്തിനാ ഇത്ര തിടുക്കം? ഏട്ടതി, ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് സ്നേഹ പറയുമ്പോൾ അത് വിട്ടേക്ക് അവന്തികയെന്ന് സേതു പറയുന്നു. അല്ലേട്ടാ, ഈ പറയുന്ന ധനുഷിനോട് എന്നാ ജോയിൻ ചെയ്യാൻ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നാളെ കഴിഞ്ഞെന്ന് നന്ദൻ പറയുന്നു. അല്ലേട്ടാ, ഈ ധനുഷ് എങ്ങനെയാ, കാണാൻ കൊള്ളാമോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സ്നേഹയെ നോക്കുകയാണ്. നീ എന്താണെങ്കിലും സമയം കിട്ടുമ്പോൾ ആ പയ്യനോട് ഒന്ന് ഇവിടം വരെ വരാൻ പറ, എനിക്ക് കാണാമല്ലോ എന്ന് സേതു പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിനെ കാണാൻ ചെല്ലുന്നതാണ്. താൻ പറഞ്ഞ പ്ലാനിന്റെ ആദ്യഘട്ടം വിജയിച്ചതിന് ധനുഷിനോട് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് അവന്തിക. എൻ്റെ അവന്തികയെ, ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് തന്നെ എനിക്കൊരു പാഴ് സമയം പോക്കാണെന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പൊ നീ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയാൽ ഇനി നീ അവിടുത്തെ, അതായത് നെല്ലിശ്ശേരിയുടെ ഗൃഹനാഥനാകാൻ പോകുന്നത്. 10 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ള സ്വത്തുക്കളാ അവിടെയുള്ളത്. കുറച്ചു നാളത്തേക്ക് നീ എടുക്കുന്ന ഈ എഫേർട്ടിനുണ്ടല്ലോ, നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും ആകാത്തത്ര സ്വത്തുക്കളാ കിട്ടാൻ പോകുന്നത്. അതിനാദ്യം നന്ദന്റെ വിശ്വാസ്യത നീ നേടിയെടുക്കണം. പുതിയ പുതിയ ആശയങ്ങളും ഓരോ കാര്യത്തിനുമുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും ഇതൊക്കെ നന്ദന് ഇഷ്ടമാണ്. ഇനി വേണ്ടത് മിടുക്കും വിശ്വസ്തതയുമാണ്. അതെങ്ങനെ നേടിയെടുക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കമ്പനി ഉയർച്ചയിലേക്ക് കുതിക്കുന്നത് നീ കാരണമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. പിന്നെ ആ അനൂപിനെ കാട്ടിലും മികച്ച പെർഫോമൻസ് ആയിരിക്കണം നിന്റേത്. പിന്നെ നന്ദന്റെ കാര്യം, നന്ദൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ബിസിനസ് മീറ്റിങ്ങും ഡീലുകളും എല്ലാം നിന്റെ കയ്യിലിരിക്കണം. നീ ഓഫീസിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും കുടുംബത്തിൽ എനിക്കും ചില തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യാനുണ്ട്. 2 മാസം കഴിഞ്ഞാലേ ആതിരയുടെ സീമന്തമാണ്. കൂടാതെ ധനുഷിന്റെ ഭാര്യ അവന്തിക അമ്മയാകാൻ പോകുന്നതിന്റെ ആഘോഷവും. ആ ആഘോഷം കഴിഞ്ഞാലേ പിന്നെ ആതിര ജീവനോടെ ഉണ്ടാകില്ല. അന്ന് രാത്രി തന്നെ അമ്മയും കുഞ്ഞിനെയും ഞാൻ പരലോകത്തേക്ക് അയക്കും. അവളുടെ കുഞ്ഞിനെ 7 മാസം മാത്രമേ ആയുസുള്ളൂ, അതും പുറലോകം കാണാനാകാത്ത ആയുസ്. നെല്ലിശ്ശേരിക്കാർക്ക് എടുത്തിലാളിക്കാനേ ഒരു കുഞ്ഞു മതി, നന്ദന്റേതെന്ന് അവർ വിശ്വസിക്കുന്ന എന്റെയും നിന്റെയും കുഞ്ഞ്. പിന്നീട് കാണിക്കുന്നത് അനൂപ് നന്ദനെ കാത്തു നിൽക്കുന്നതാണ്. അനൂപ് നന്ദനെ ഒരു ഫയൽ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, എന്താ കാരണമെന്നറിയില്ല, 2 തവണയും റിജക്റ്റ് ആവുകയാ ചെയ്തത്. അതേസമയം ധനുഷ് അങ്ങോട്ടേക്ക് വരികയാണ്. അത് ധനുഷല്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ വിളിപ്പിച്ചതാണെന്നും ഞാനും ധനുഷ് സാറും കൂടി മീറ്റിങ്ങിന് പോയിക്കോളാമെന്നും അനൂപ് പറയുന്നു. ഇത്തവണയും റിജക്റ്റ് ആവുകയാണെങ്കിൽ ഈ കൊട്ടേഷൻ അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാൻ നന്ദൻ പറയുന്നു. അല്ല, അനൂപ് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഈ ജോലി തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാമെന്ന് അനൂപ് പറയുന്നു. അല്ല, എന്താ പരിപാടിയെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ ആതിരയുടെ സീമന്തവും നന്ദൻ സാറിന്റെ ഭാര്യ അവന്തിക ഗർഭിണിയായതിന്റെ ആഘോഷവുമാണെന്നും അനൂപ് പറയുമ്പോൾ എന്നാലും നിങ്ങളാരും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ധനുഷ് പറയുന്നു. എന്നാലേ ഞാനിപ്പോൾ തന്നെ വിളിച്ചിരിക്കുന്നു അനൂപിന്റെ അങ്ങ് വന്നേക്കാൻ നന്ദൻ പറയുമ്പോൾ അത് പിന്നെ ഞാൻ വേണമെങ്കിൽ സാറിന്റെ കൂടെ ഇപ്പൊ തന്നെ വരാം. അനൂപ് സാറ് മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരട്ടെ, എനിക്ക് സേതുമാധവൻ സാറിനെ കാണണമെന്ന് വലിയൊരാഗ്രഹമാണെന്നുമൊക്കെ ധനുഷ് പറയുമ്പോൾ ധനുഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സീമന്തത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം നന്ദനും ധനുഷും അങ്ങോട്ടേക്ക് വരികയാണ്.
ധനുഷിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. അതേസമയം നന്ദൻ ഒരു ഫോൺ കോൾ വരുമ്പോൾ നന്ദൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. തുടർന്ന് അവന്തികയെ നോക്കി ധനുഷ് പറയുകയാണ്, ഞാൻ നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സാരി ഗിഫ്റ്റ് തന്നില്ലേ, ആ സാരി ഉടുത്താൽ മതി. അതിനെന്താ, ഞാൻ ഉടുത്തോളാം. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെയും ഇഷ്ടമെന്ന് അവന്തിക പറയുന്നു. പിന്നെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് നടന്നിരിക്കുമെന്നും നാളെ പുലർച്ചെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ആതിരയാകും എല്ലാവരും കാണുന്നതെന്നും അവന്തിക പറയുന്നു. അതേസമയം നന്ദൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദൻ ധനുഷിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. സേതുമാധവന് ധനുഷിനെ വല്ലാതങ്ങ് ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആതിരയും കൂട്ടിക്കൊണ്ട് താഴേക്ക് വരുന്ന സ്നേഹയും അർച്ചനയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.